വാട്സ്ആപ്പ് മീ അമീഗോ. അന്നേരം നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാമത്തിനെ ഉണ്ടാക്കാനാണ്. സോ മാമത്തിന് നമ്മൾ ഉണ്ടാക്കുന്നത് ഫസ്റ്റ് ബേസിക് നമ്മളൊരു ന്യൂസ് പേപ്പർ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് ഇപ്പം എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്, നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. സോ ബേസിക്കലി പേപ്പർ എടുക്കുക, ചുരുട്ടുക, ഇതാണ് ഇതിനകത്ത് മെയിൻ പരിപാടി. എടുക്കുക, ചുരുട്ടുക, അത് കഴിഞ്ഞിട്ട് എന്തായാലും ബോഡി പോലെ ഒരു ഷേപ്പ് ഉണ്ടാക്കി വെക്കുക. അതിന് 4 കാല് കൊടുക്കുക. കാല് കൊടുത്തിട്ട് ഇങ്ങനെ കുറേ പേപ്പറൊക്കെ ചുരുട്ടി അങ്ങോട്ട് വെച്ചാൽ മതി. ഇങ്ങനെ പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല. ഏറ്റവും അവസാനം നമുക്കൊരു മാമൂത്താക്കി എടുക്കണം, അത്രേ ഉള്ളൂ. സോ ഇങ്ങനെ കുറേ പേപ്പർ എടുക്കുന്നു, നടന്ന ഒരു മാമൂത്തിൻ്റെ ഏകദേശം ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളതിനെ മാറ്റുന്നു. സോ 4 കാല് വെച്ച് കൊടുക്കുന്നു. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 4 കാല് വെക്കാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ടേപ്പ് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഓരോ പീസ് എടുത്തിട്ട് ചുമ്മാ ഒട്ടിച്ചൊട്ടിച്ച് കൊടുക്കുക. ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിച്ചൊട്ടിച്ച് എവിടെയെങ്കിലും എത്തും, പിന്നെ എത്താണ്ടിരിക്കൂലുണ്ട്. അത് തന്നെ അങ്ങനെ ഒട്ടിച്ചങ്ങ് തുടങ്ങി. അങ്ങനെ നമ്മളാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ആനക്കുട്ടനെ നമ്മളങ്ങ് സെറ്റ് ചെയ്ത് വെച്ചു. പക്ഷേ ഒരു പ്രശ്നമുണ്ട് കേട്ടോ, ഇങ്ങനെ വാലില്ല. ഇനി നമ്മൾ വാലൊക്കെ വെച്ച് കൊടുക്കണം. അതിന് വേണ്ടി ഫുൾ ടൈപ്പ് കുട്ടിച്ചൊന്ന് സ്ട്രോങ് ആക്കുക. ബേസിക് ആയിട്ടുള്ള സംഭവങ്ങൾ. വാലില്ലാണ്ട് ഇപ്പോൾ ആനേനെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ചോദിക്കുമല്ലോ, അയ്യേ എന്താന്ന് അവൻ കാണണേ, വല്ലാത്ത ആനയോ, ആ ഒരു ചോദ്യം നമുക്ക് വേണ്ടല്ലോ. അതുകൊണ്ട് തന്നെ നമ്മുടെ അടുത്ത വാലുണ്ടാക്കുന്നതാണ് അടുത്ത പരിപാടി. സോ മുന്നിന് നേരം വാല് വെച്ച് കൊടുക്കും. ചുമ്മാ ചുരുട്ടിച്ചിട്ട് വെച്ചാൽ മതി. ബാക്കിയൊക്കെ നമുക്ക് പിന്നെ സെറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, അന്നേരം ഇപ്പം നമ്മൾ എന്ത് ചെയ്ത് നമ്മൾ അതെല്ലാം ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ശേഷം നമുക്ക് ഇച്ചിരി സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇച്ചിരി ഫെവിക്കോളാണ് വെള്ളം ചേർത്തിട്ടാണെന്നുണ്ടെങ്കിൽ തേച്ച് പിടിപ്പിച്ചു. അതിൻ്റെ മണ്ടലാണെങ്കിൽ ഫുൾ ഇങ്ങനെ ന്യൂസ് പേപ്പർ മുക്കിയിട്ട് ഒട്ടിക്കുക. എന്നിട്ട് ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് ഒട്ടിച്ച് സെറ്റാക്കി വെച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ കൊമ്പുണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. കൊമ്പുണ്ടാക്കാനുള്ള പരിപാടിയിൽ ഇപ്പം കൊമ്പാണെന്നുണ്ടെങ്കിൽ തടി വെച്ചിട്ട് സെറ്റ് ചെയ്ത് വെച്ച് ആദ്യമേ ഞാൻ അത് കഴിഞ്ഞിട്ട് അത് അതിനകത്തോട്ട് വെച്ചു. അങ്ങനെയാണ് ഇപ്പം ഇത്രയും വരെ ചെയ്തേക്കുന്നത്. ഇപ്പം ഏകദേശം ഒരു ആനക്കൂട്ടൻ സെറ്റപ്പായല്ലോ. അന്നേരം നമുക്ക് വേണ്ടുന്ന മാമൂത്തായതുകൊണ്ട് നമ്മളിനി ഫുൾ എന്താണ് ഈ ഹസ്കില്ലേ, ഈ കോക്കനട്ടിൻ്റെ തേങ്ങയുടെ ചകിരി വെച്ചിട്ടാണ് നമ്മളിതിൻ്റെ ബാക്കി സംഭവങ്ങളെല്ലാം ചെയ്യുന്നത്. പിന്നെ ഇപ്പം ഞാൻ ഇവിടെ ബേസിക്കലി അതിൻ്റെ തലയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ അതിൻ്റെ ഒരു ഷേപ്പ് സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ടേപ്പും മറ്റേ പേപ്പറൊക്കെ വെച്ചിട്ടാണ് അതിൻ്റെ ഒരു ഷേപ്പ് സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. സോ അതാണ് ഇപ്പോൾ ബേസിക്കലി ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം നമുക്കിനി ആ ഹസ്കൊക്കെ ഒട്ടിച്ചിട്ട് മറ്റേ ഇതാക്കി എടുക്കാൻ. അത് ചെയ്യുന്ന മുമ്പിട്ട് ഞാൻ ഇപ്പം അതിൻ്റെ കുറച്ച് ഷേപ്പൊക്കെ ഒന്ന് കുറച്ച് നൈസാക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് വേണം ഇനി നമുക്ക് ഹസ്ക് ഒട്ടിക്കാൻ. സോ ഇതിപ്പോൾ എല്ലാം ചിക്കനാണെന്നുണ്ടെങ്കിൽ മസാല തേക്കുന്ന പോലെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ട് ചുമ്മാ ഇട്ടങ്ങ് ഒട്ടിക്കുക. ഒരു ബാക്കിൻ്റെ അങ്ങ് ഒട്ടിച്ചോണം. വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഒട്ടിച്ചിട്ട് അതിന് ഫുൾ കവർ ചെയ്തെടുക്കണം. അത് കവർ ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമുക്കാണെന്നുണ്ടെങ്കിൽ എന്താ മാമൂത്തിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു മാമൂത്ത് നമുക്ക് സെറ്റാക്കി കിട്ടും. അതാണ് നമ്മൾ ചെയ്യുന്നത്. മാക്സിമം ഇങ്ങനെ ഓടിച്ചു വിടുകയാണ്. ഇത് മൊത്തം വരുന്ന കാണിക്കാൻ തന്നു കഴിഞ്ഞാൽ എറ്റേണിറ്റി ലേറ്റർ എന്നൊക്കെ കാണിക്കേണ്ടി വരും. അതാണ് അവസ്ഥ. അങ്ങനെ നമ്മൾ ഒട്ടിച്ചിട്ട് ഏകദേശം ഒരു സംഭവം സെറ്റ് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് അതിൻ്റെ ഫേസ് ഒന്ന് സെറ്റ് ചെയ്യണം. ഫേസിനകത്താണെന്നുണ്ടെങ്കിൽ നമുക്കറിയില്ല, മാമൂത്തിനാണെന്നുണ്ടെങ്കിൽ എല്ലാം ഒരുപോലെ അല്ല, ഇങ്ങനെ മണ്ടയിലോട്ടും താഴോട്ടൊക്കെ പൊങ്ങിന്നാന്നൊക്കെ അല്ലേ ഇരിക്കേണ്ടത്. വെച്ചാൽ അവരുടെ ഫേസിൻ്റെ അവിടെ ഇച്ചിരി ഒരു പ്രൊജക്ഷൻ പോലെയുണ്ട്. അന്നേരം അതൊക്കെ സെറ്റ് ചെയ്യണം. പിന്നെ ആശാന് തൊപ്പി പോലെ മുടിയിരിക്കുന്നത്, അന്നേരം ആ മുടി അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനാണെന്നുണ്ടെങ്കിൽ ഇപ്പം പെയിൻ്റ് അടിക്കാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ഹസ്കിൽ മൊത്തം പെയിൻ്റ് അടിക്കുമ്പോഴത്തേക്ക് ഒരു വല്ലാത്തൊരു രീതിയാവും. അതുകൊണ്ട് പിന്നെ പെയിൻ്റ് എടുത്തില്ല. ഒരു വെറൈറ്റിക്ക് ബ്രൂ കോഫി പൗഡർ വെച്ചിട്ട് ചെയ്ത് നോക്കിയതാണ്. എന്താണെന്ന് എനിക്കറിയില്ലായിരുന്നു. ബേസിക്കലി ഞാൻ ചുമ്മാ ഒന്ന് ചെയ്ത് നോക്കിയതാണ്. കുളമാണെങ്കിൽ ആവട്ടെ, ഇല്ലെങ്കിൽ ഇല്ല, അതൊക്കെ നമുക്ക് നോക്കാമല്ലോ. അങ്ങനെ ഏകദേശം നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് ഇങ്ങനെ ഒട്ടിച്ച് തേച്ചും അങ്ങനെ നമ്മളാണെന്നുണ്ടെങ്കിൽ സംഭവം ഏകദേശം നമ്മൾ വർക്ക് തീരാറാക്കി. പിന്നെ ആശാൻ നമ്മൾ കണ്ണ് വെച്ചിട്ടില്ല കേട്ടോ. കണ്ണടിച്ചിട്ടില്ലെന്നല്ല വെച്ചില്ല, പുള്ളിക്കാരന് കണ്ണ് കൊടുത്തിട്ടില്ല. ഇനി കണ്ണ് ഞാൻ കൊടുക്കുന്നത് ഏതെങ്കിലും വല്ല ഈ തണ്ണിമത്തങ്ങയുടെ കുരു അതൊക്കെ വെച്ചിട്ടല്ല, ചുമ്മാ വെട്ടിച്ചെടുത്താൽ മതി. വലിയ സംഭവമുള്ള കാര്യമല്ല, ചുമ്മാ നടക്കും. ഓക്കെ, അതോട് ചെയ്ത് കൊടുക്കണം. ഇനി അന്നേരത്തേക്ക് മാമൂത്തിൻ്റെ പണി തീർന്നു തന്നെ പറയാം. പ്രത്യേകിച്ച് ഇനി വേറെ ചെയ്യണമൊന്നുമില്ല. ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് സുന്ദരകൂട്ടപ്പനാക്കാൻ വേണ്ടി കുറച്ച് ടച്ചപ്പൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ എവിടെ എന്തെങ്കിലുമൊക്കെ ആവാനുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നല്ലോണം ഒന്ന്
എന്താ സ്പ്രെഡ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. തണുപ്പം നല്ല കോഫിയുടെ മണമൊക്കെയാണ്. നല്ല ഇങ്ങനെ ഫുൾ കോഫി മയമാണ് അവിടെ. കൊള്ളാം. നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി ആശാനൊന്ന് ഉണക്കിയെടുക്കുമ്പോഴത്തേക്ക് എൻ്റെ ഭംഗി കിട്ടും. ഇത് പിന്നാണ് എൻ്റെ ഇതിന് ഒരു ബേസ് ഉണ്ടാക്കിയായിരുന്നു. അത് അടുത്ത വീഡിയോയിൽ കാണാം. ഈ ബേസിനകത്ത് വെച്ചിട്ട് ഒരു സ്ലോമോ എടുക്കാൻ നോക്കിയതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്.